ഇതൊന്ന് കണ്ടോക്കിയാ. ചേച്ചി, ചേട്ടായിയുടെ ഫോണിൽ നിന്ന് കോൾ വല്ലതും വന്നായിരുന്നോ? ഞങ്ങളെ ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിലാ. 2 ദിവസമായി മിണ്ടിയിട്ട്. നിന്റെ ആങ്ങളൊക്കെ ഭയങ്കര വാശി. അവിടം വരെ പോകുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഞാനും മിണ്ടാൻ നിന്നില്ല. എന്നെ പറ്റി എന്തെങ്കിലും ചോദിച്ചാ? ചേച്ചി, ചേട്ടായിക്ക് കുറച്ച് മുന്നേ ഒരു ആക്സിഡന്റ് ആയി. പിന്നെ ആങ്ങളെ പെങ്ങളും കൂടെ എന്നെ പറ്റിക്കാൻ നോക്കുന്നതാണോ? റാങ്ക് വല്ലതും ആണോ? അല്ല ചേച്ചി, ക്രിട്ടിക്കലാന്ന് ഡോക്ടർ പറഞ്ഞ്. ആക്സിഡന്റ് 2 ദിവസം മുന്നേ എന്നെ വിളിച്ച് സംസാരിച്ചു. മായുന്നല്ലോ തീരങ്ങൾ നോവിലലിഞ്ഞു പോ തന്നെത്താനേ താരം വാനിൽ ഹലോ, എവിടെയാ? അത് വഴക്കിട്ട് കഴിഞ്ഞ് എനിക്ക് വിളിക്കാൻ പാടില്ലാന്നുണ്ടോ? ഞാനൊരു പൊട്ട സ്വപ്നം കണ്ടു. എണീറ്റത്. അതെ, നമുക്കിനി വഴക്കിട്ടാലും അന്ന് രാത്രി തന്നെ സോൾവ് ചെയ്തിട്ട് കിടന്നാൽ മതി. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ട. ഞാൻ ഉറങ്ങാൻ പോകും. എനിക്ക് കാലത്ത് ജോലി കൊണ്ട് ഞാൻ ആ സ്വപ്നം കണ്ട് പെട്ടെന്ന് എണീറ്റപ്പം വിളിച്ച. ഓക്കെ അല്ലേ? പിന്നെ ലവ് യു. ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഞാൻ ഒരു കാര്യം പറയാറുണ്ട്. നിങ്ങൾ അഥവാ പിണങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫോൺ വിളിക്കുമ്പോഴാണ് പിണങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ ഫോൺ വെക്കുന്നതിന് മുമ്പ് ആ പിണക്കം മാറ്റുക. നിങ്ങൾ സ്വന്തം വീട്ടിൽ നിന്നാണ് പിണങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ പടി ഇറങ്ങുന്നതിന് മുമ്പ് ആ പിണക്കം മാറ്റുക എന്നത് ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കാറുള്ള സംഗതിയാണ്. ആ ഫോൺ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സെക്കൻഡ് അല്ലെങ്കിൽ അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നീട് നമ്മുടെ ഉള്ളിൽ ഒരു നോവായിട്ട് എന്നും മാറും. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിപ്പോയാൽ പിന്നീട് എങ്ങനെയാണ് തിരിച്ചു വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കാരണം സ്വന്തം ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും നമ്മളങ്ങനെ പിണങ്ങുന്നത് അത്ര നല്ലതല്ല. ഫോൺ വിളിക്കുമ്പോൾ പിണങ്ങിയിട്ട് കട്ട് ചെയ്താൽ ആരാണോ ഫോൺ കട്ട് ചെയ്ത് ആ ആൾ തന്നെ തിരിച്ച് വിളിക്കട്ടെ എന്നുള്ളൊരു നിബന്ധന നിങ്ങളുടെ ഇടയിൽ വെക്കുക. വീട്ടിൽ നിന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക്, അത് സ്വന്തം അങ്ങാടിയിലേക്കാണെങ്കിലും ആ പിണക്കം മാറ്റി ഭാര്യ ഒന്ന് കെട്ടിപ്പിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു കിസ് കൊടുത്തതിന് ശേഷമേ പിന്നീട് നിങ്ങൾ വീടിൻ്റെ പടി ഇറങ്ങി പോകാൻ പാടുള്ളൂ. അങ്ങനെയാകുമ്പോൾ നിങ്ങളെ പിണക്കങ്ങൾക്ക് എന്നും മധുരമായിരിക്കും. ഇതിൽ പറയണമെന്നുണ്ട്, പക്ഷേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും വർഷം ഇപ്പോൾ ചെയ്യുകയോ ഒന്ന് സ്വന്തം ഭാര്യയോടല്ലേ, അവരുടെ ഇടയിൽ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനോടല്ലേ നിങ്ങളുടെ ഇടയിൽ എന്തിനൊരു നാണും മാനും ലജ്ജയൊക്കെ? നിങ്ങളതൊന്നും ഇല്ലാത്തവരാണ്. നിങ്ങൾ 2 പേരുടെ ഇടയിൽ നിങ്ങൾ 2 പേരുള്ള നിമിഷങ്ങൾ അതൊന്നും ഇല്ലാതിരിക്കുന്നതാണ്. പിന്നെ എന്തിന് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇതൊക്കെ തുടരുകയെന്ന് ചോദിക്കുമ്പോൾ എന്തിന് നാണം വിചാരിക്കുന്നു? ഒരു നാണം വിചാരിക്കേണ്ട. ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്നത് മുതൽ നിങ്ങളെ ഒരു തീരുമാനം 2 പേര് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ പിന്നീട് നിങ്ങളുടെ ലൈഫിലൊന്നും സന്തോഷമായിരിക്കും.